ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ക്ഷേത്രത്തിലേക്കാണ്. കാട്ടിൽ മേക്കതിർ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങോട്ട് പോകണമെന്ന്. പക്ഷെ ഇതുവരെ പറ്റിയില്ല. ഇന്നായിരുന്നു ആ ദിവസം. അന്ന് നമ്മൾ മാത്രമല്ല, എൻ്റെ ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. അവർ നേരെ അവിടെ എത്തിയായിരുന്നു. നമ്മൾ അവിടെ ചെന്നിട്ടാണ് അവരെ കണ്ടുമുട്ടിയത്. ഏകദേശം നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ഇതാണ് ഏകദേശം അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ആക്ച്വലി നമ്മൾ രാവിലെ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. പക്ഷെ വരുന്ന വഴിക്കാണ് സിസ്റ്റർ അനുപ ഇതിനു മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പൊ അവളാണ് പറഞ്ഞത് അവിടെ കഞ്ഞിയൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ പോയി ഫുഡൊന്നും രാവിലെ ഉണ്ടാക്കിക്കൊണ്ട് പോവേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷെ എന്താണ്, നമ്മൾ എന്തായാലും അങ്ങോട്ടത്തേക്ക് പോയി. പക്ഷെ നേരെ നമുക്ക് കേറത്തില്ല, അവിടെ നേരെ ഒരു കായലാണ്. അപ്പൊ ജങ്കാർ വരും. ജങ്കാറിൽ നമ്മൾ ജങ്കാറിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് നിൽക്കുന്നത്. അപ്പൊ അവരോട് പോണം നമ്മള്. അല്ല, അവരോടൊപ്പം എല്ലാരും കൂടി ചേർന്നാണ് ജങ്കാറിൽ പോകുന്നത്. അപ്പൊ ഈ ജിങ്കാറിൽ കേറാനായിട്ടാണ് ആദ്യക്കുട്ടനൊക്കെ ഭയങ്കര ത്രില്ലിൽ നിൽക്കുകയാണ് എല്ലാരും. അത് നമ്മള് കേറും, നമ്മള് തിരക്കാണ്, അത് വരണില്ല, അത് വരണതാ. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ജിങ്കാറിൽ അവിടെ ആയതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ പോവാതെ ജങ്കാറിൽ പോകാന്ന് വെച്ചാൽ. കാരണം കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഒരു ജങ്കാറൊക്കെ വന്നത്. അങ്ങനെ എന്താണ്, അത് നേരെ ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്ത് അത്ര ദൂരേ ഉള്ളൂ. പക്ഷെ അതൊരു നല്ലൊരു യാത്ര തന്നെയായിരുന്നു. കുറച്ച് സ്ഥലത്തെ കുറച്ചേ ഉള്ളു കേട്ടോ. ഇച്ചിരി നേരം കറക്കി എടുത്തതിന് ശേഷം അവിടെ നേരെ ബാലൻസ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവരികയാണ് അത്. അപ്പൊ അവിടെ നിൽക്കുന്ന ആൾക്കാർ തിരിച്ചങ്ങ് അങ്ങോട്ട് തിരിച്ചു പോകും. ആ രീതിയാണ്. പിന്നെ നമ്മുടെ ക്ഷേത്രം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇറങ്ങി മുടങ്ങിയ ക്ഷേത്രമില്ല, കുറച്ച് നടക്കാനുണ്ട്. ഫുള്ള് ഇങ്ങനെ മണലാണ്, നടക്കണം. പക്ഷെ ഏറ്റവും കൂടുതൽ കാഴ്ച എന്ന് വെച്ചാൽ ഫുൾ പറമ്പാണ് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ ആൾക്കാരുണ്ട്. ഫുള്ള് നമ്മളെ കപ്പലിന്റെ ആണെങ്കിലും ഗോപി മഞ്ചൂരി, പാനിപ്പൂരി, പൊരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ആയിട്ട് ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. കുറെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു അമ്പലത്തിൽ നിന്ന് ഒരുപാട് കച്ചവടക്കാർക്ക് ഒരുപാട് രക്ഷപ്പെടാൻ പറ്റിയെന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ കുറെ കണ്ട് 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 പക്ഷെ വെറൈറ്റി പാത്രങ്ങള്, മൺകുടങ്ങള്, കലങ്ങള്, പിന്നെ പലതരത്തിലുള്ള ഷൂസ് ആയാലും ബാഗ് ആണെങ്കിലും മുറം, ചട്ടി, കുത്തവട്ടി, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഇല്ലാത്ത ഒരു സാധനം ഇല്ലായിരുന്നു. പിന്നെ നേരെ നമ്മളത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി അവിടെ എത്തി. അവിടെ ഫുള്ള് നമ്മളൊന്ന് കറങ്ങി കാണുകയാണ് കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ ഫുള്ള് കറങ്ങി ആദ്യം പിന്നെ മണലിൽ കണ്ടു കഴിഞ്ഞാൽ ഓട്ടമാണ്. ഇതാണ് അവിടെ വരുന്ന നമ്മളെ വഴിപാട് നടത്താനുള്ള ക്യൂ ആണ് കേട്ടോ. മെയിൻ ആയിട്ട് ഇവിടെ മണികെട്ടലാണ് മെയിൻ വഴിപാട്. പിന്നെ അങ്ങനെയുള്ള വഴിപാടുകൾ ഒരുപാട് അങ്ങനെ ഉണ്ട്. നമ്മളങ്ങനെ ക്യൂല് നിന്നിട്ട് വഴിപാടിനുള്ള രസീതൊക്കെ മേടിച്ചോണ്ട് നമ്മൾ നേരെ ഇനി പോയിട്ട് ആ രസീതും മേടിച്ചോണ്ട് നേരെ വന്ന് Nini sa 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 sari ni sa 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 ni sare re mama papa ni da ba ma pa ni sare ni sari ni da pa ni da pa ma ga re ma ga sa ni sa maila ഇതിന്റെ ബാക്കിൽ വരുന്ന നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ബാക്കിലാണ് കടല് വരുന്നത്. കടല് നമുക്ക് ഇങ്ങനെ കയറി കിടക്കുകയാണ്. പിന്നെ ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അതിന് തൊട്ട് ഇപ്പുറ സൈഡിൽ ഇറങ്ങാനുള്ള സ്ഥലമുണ്ട്. ഇതിപ്പം ക്ഷേത്രത്തിന്റെ ബാക്കിൽ ടച്ച് ചെയ്ത കണക്കാണ് നിൽക്കുന്നത്. കടലിന്റെ തിര വന്നടിക്കുന്നത്, അവിടെ പാറകല്ലിട്ടിട്ടുണ്ട്, തിര വന്നതിലാണ് വന്നടിക്കുന്നത്. അങ്ങനെ നമ്മള് മണിയെല്ലാം അവിടെ നിന്ന് മേടിച്ച് നമ്മളിനി കെട്ടാനുള്ള ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ആദിക്കുട്ടനും ഞാനും അനുവാണ് കെട്ടുന്നത്. പിന്നെ ആദിക്കും ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ആദിക്ക് എന്താണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആദ്യം അവിടെ കൊണ്ടുപോയി കൊളാക്കും. അങ്ങനെ ഇതിപ്പോ ആൾക്കാര് ഒരുപാട് നാളൊക്കെ മുമ്പ് കെട്ടിയ മണിയും തൊട്ടിലും അവരുടെ ഓരോ ആചാരനുസരിച്ച് കെട്ടിയതാണ്. അപ്പം 7 തവണ നമ്മൾ വലം വെച്ചിട്ട് വേണം, ദൈവത്തിന് അത്രയും പ്രാർത്ഥിച്ച് 7 തവണ വലം വെച്ചിട്ട് വേണം മണി കെട്ടാൻ. അത് നമ്മൾ എന്താണ് 7 തവണ വലം വെച്ചിട്ട് മണി കെട്ടാൻ തന്നെ തീരുമാനിച്ചു. ആലിന്റെ മൂട് പോലും കാണാൻ പറ്റാതെയാണ് മണികൾ കിടക്കുന്നത്. കംപ്ലീറ്റ് മുകളിൽ തൊട്ട് അത്
ഏതാണ്ട് ആലിന്റെ താഴെ നിന്ന് ഒരു 6 അടിക്ക് മുകളിലോട്ട് ഫുള്ള് മണിയാണ്. ഫുള്ള് അതിന് ചുറ്റുമുള്ള കവടങ്ങളിൽ ഫുള്ള് മണിയാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ 7 വലത്തും വെച്ചതിന് ശേഷം എന്താ നമ്മൾ മണി കെട്ടുകയാണ്. ഇനിയുള്ളത് ആദ്യക്കുട്ടനുണ്ട്, ഞാനും ഉണ്ട്. ആദ്യമാണെങ്കിൽ ആ മണി വെച്ചിട്ട് കളിക്കാനോ എന്തെന്ന് അറിയാൻ വയ്യാതിരിക്കുകയാണ്. ഞാൻ ആദ്യം എന്തായാലും കെട്ടാനൊന്നും അറിയാത്തോണ്ട് ഞാൻ തന്നെ എന്താ സഹായിച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അവൻ എന്ത് പ്രാർത്ഥിച്ചാൽ എന്താണെന്ന് അവരുണ്ട്. പിന്നെ എന്തായാലും അവനും കൂടെ എന്തായാലും നമ്മളെ കൂടെ വന്നില്ലേ, അവനെ കൊണ്ടുകൂടെ അവന്റെ ഇതിനനുസരിച്ച് ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ നമ്മളെല്ലാരും മണിയൊക്കെ കെട്ടി, അവനും കെട്ടി. എന്നിട്ട് നമുക്ക് അവിടെ എന്ന് വെച്ചാൽ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട് കാണാം. ഇതൊരു ഇത്രയും മണികളൊക്കെ ഒരുമിച്ച് കാണാനൊക്കെ ഉള്ള ഒരു നല്ലൊരു വ്യൂ തന്നെയാണ്. ഞാൻ പറയട്ടോ, ഇനി അച്ഛനാണ് കെട്ടണ. അച്ഛന് കെട്ടാൻ അറിയാം. അച്ഛൻ കൊറേ നേരം ഇങ്ങനെ കെട്ടണ്. അച്ഛനുണ്ട കെട്ടണ. അച്ഛന് മൊത്തം കെട്ട അറിയാം. ഞാൻ ചിലട് ഇനി നമ്മള് കഞ്ഞി കുടിക്കാൻ പോണം. കഞ്ഞി നമ്മള് കൊണ്ടുവരും. നമ്മള് എടുക്കും. എടുത്തിട്ട് നമ്മള് പാത്രം കഴുകും. അത് കാണിച്ചതെന്ന് വെച്ചാൽ പൊങ്കാലിടുന്നതാണ് കേട്ടോ. അവിടെ ആ ഒരു ഷെഡിനകത്താണ് ഫുള്ള് പൊങ്കാലയും കാര്യങ്ങളൊക്കെ അതായത് ഇടുന്നത്. 7 ദിവസം മണി കെട്ടി കഴിഞ്ഞാൽ പൊങ്കാലിടണമെന്നാണ്. അപ്പൊ അങ്ങനെ ആൾക്കാർ പൊങ്കാലിടുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കഞ്ഞി കുടിക്കാനായിട്ട് പോവുകയാണ്. അമ്പലത്തിൽ പോയി തൊഴുന്നതിനൊക്കെ ശേഷം കഞ്ഞി, സാധാരണ കഞ്ഞി ചെറുപയർ തോരനും ഒക്കെയാണ്. ഇതിപ്പോ കഞ്ഞിയും ചുവന്ന പയറും കൂടെ ആയിരുന്നു. അങ്ങനെയല്ല, ഇതിപ്പോ കഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്ക് ഔഷധ കഞ്ഞി എന്നൊക്കെ പറയില്ലേ, എല്ലാ ഐറ്റംസും വരും. ഗ്രാമ്പൂ, ഇതിപ്പോ ഇഞ്ചി. കഞ്ഞിയും പയറുമാണ്. ഉപ്പ് അവരെന്തായാലും ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും പക്ഷെ ചൂടുവെള്ളം ഏറ്റവും തന്നെയാണ്. ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അവിടത്തെ നമ്മളെ ഈ പാത്രം കഴുകുന്ന ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടതിന് ശേഷം സ്പൂണും എല്ലാം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് പിന്നെ എടുത്തിട്ട് വേറൊരു വെള്ളത്തിൽ കഴുകി ഭയങ്കര വൃത്തി നീറ്റോട് കൂടി കണക്കിന് ചെയ്യുന്ന കേട്ടോ. നല്ല കഞ്ഞിയൊക്കെ നല്ല രസമായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ കുടിക്കുകയും ചെയ്ത് നമ്മൾ ആ വിശപ്പൊക്കെ അങ്ങ് മാറി. എല്ലാം അതില് ചേരാത്ത ഐറ്റംസ് ഒന്നുമില്ല. ജീരകം എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ വന്നത് അതിന്റെ ബാക്ക് സൈഡില് നേരത്തെ കണ്ടതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ. ഇപ്പുറ സൈഡാണ്. അതായത് അമ്പലത്തിനോട് ചേർന്ന്, അമ്പലത്തിൽ നിന്ന് ഒരു 3-4 അടി കഴിയുമ്പോഴത്തേക്ക് തന്നെയാണ് ഇവിടെ കടലെന്ന് പറയുന്നത്. അപ്പൊ ഈ കൊച്ചുങ്ങളെ കൊണ്ട് കടലിലോട്ട് ഇറങ്ങി അവിടെ എത്തി കളിക്കാന്ന് വിചാരിച്ചു. പിന്നെ കടലിലോട്ട് കണ്ടാൽ പിന്നെ ഈ 3 തിരിച്ചു വരില്ല നമുക്ക് ഉറപ്പെടുക്കണം. കടലെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. 3 കിടന്ന് കളിയാണ്. നമ്മള് കടലിൽ എത്തിയിട്ട് നമ്മളെ കളിക്കണ അമ്മാമ്മ അവിടെ ഇരിക്കണം. നമ്മളെ കടലിൽ കളിച്ചോണ്ടിരിക്കണം. ഉടുപ്പെല്ലാം നനഞ്ഞ് അണ്ട അവിടെ മൊത്തം വെള്ളം കാളുവാണ്. നമ്മള് മുങ്ങി ഇരുന്ന് നമ്മള് നിരങ്ങി പോണു അല്ലേ. കാരണം ബാലൻസ് കിട്ടുന്നില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. കാരണം നമ്മളെ ഈ ചെറിയ തിരയാണ് വരുന്നത്. ഭയങ്കര തിര. നമ്മളെ ഈ ബാക്കിയുള്ള കടല് കണക്ക് ഭയങ്കര വലിയ തിരയൊന്നും വരുന്നില്ല. നല്ല നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. കുട്ടികൾക്കായാലും ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റും. അങ്ങനെ ചെറിയ തിരയാണ് വരുന്നത്. അപ്പൊ ക്ഷേത്രത്തിന്റെ അടുത്താവുകൊണ്ട് അങ്ങനെ വേറെ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. ഒരുപാട് നേരം നിന്ന് കേട്ടോ. നമ്മൾ പോയ ദിവസമാണെങ്കിൽ അതേപോലെ ഒരുപാട് കച്ചവടക്കാർ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാർ മാത്രം വരുന്നതുകൊണ്ട് തന്നെ അതിന് ചുറ്റും നല്ല വൃത്തിയായിട്ട് തന്നെ കിടന്നായിരുന്നു. അതുപോലെ നമ്മൾ പോയ സമയത്ത് അങ്ങനെ വെയിലില്ലായിരുന്നു. നല്ലൊരു അന്തരീക്ഷം. ഇങ്ങനെയാണ് വെയിൽ തണുത്ത ഒരു സമയമായിരുന്നു. നമ്മൾ തിരിച്ചു പോകാനുള്ള ജങ്കാറാണ് ഈ വരുന്നത്. നമ്മൾ നേരത്തെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ജങ്കാർ എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇതിലാണ് നമ്മൾ അക്കരയും ഇപ്പുറത്തും അപ്പുറത്തും കൊണ്ടുപോകുന്നത്. നമ്മളെ ജങ്കർ വരണ് എത്തില്ല ഇതുവരെ. അതാ വരണം. ഒരു ഭയങ്കര ഒരു അനുഭവമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ പോകുന്നതാണ്, ക്ഷേത്രങ്ങളിൽ പോകുന്നതാണ് സെറ്റ്. നമ്മളെ ജങ്കാറിലൊക്കെ പോയി സെറ്റായി വരുന്നത്. അങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ജങ്കാറിലേക്ക് കയറി തിരിച്ചു പോകാനുള്ള രീതിയിൽ നിൽക്കുകയാണ്. ഫുള്ള് അതായത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ക്ഷേത്രത്തിലോട് കയറാനുള്ള ആൾക്കാരാണ് ഇതിലിരിക്കുന്നത് കേട്ടോ. ആ നേരെ ഇതിൽ കയറിയതിന് ശേഷം വളച്ച് വണ്ടി ഇങ്ങോട്ട് ഇങ്ങനെ വരണ് അന്നേ വന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ കേറിയിട്ട് വേറെ നമ്മളെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.